ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ സമയത്ത് സമാനതകളില്ലാത്ത ക്രൂര കൊലപാതകങ്ങൾ നടത്തി വീണ്ടും പ്രകോപനമുണ്ടാക്കിയിരിക്കുകയാണ് പാലസ്തീൻ. ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് വെസ്റ്റ് ബാങ്കിലെ തുൽക്കറേമിൽ 2 പേരെ പാലസ്തീനുകൾ അതിക്രൂരമായി കൊന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് അത്യാഹ്ലാദത്തോടെ ക്രൂരമായി വെടിവെച്ച് കൊന്നതിനു ശേഷം അല്ലാഹു അക്ബർ വിളികളോടെ പാലസ്തീനുകൾ ഇവരുടെ മൃതദേഹങ്ങളിൽ തല്ലുകയും ചവിട്ടുകയും തുപ്പുകയും ചെയ്തു. ഈ ശവശരീരങ്ങളെ അവർ വൈദ്യുത തൂണിൽ തൂക്കിയിടുകയും പിന്നീട് ചവറ്റുകുട്ടയിൽ തള്ളുകയുമാണ് ചെയ്തിരിക്കുന്നത്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടവരെ തെരുവിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ ശവശരീരത്തിൽ പാലസ്തീൻ ക്യാമ്പിലെ നിവാസികൾ അങ്ങേയറ്റം നീചമായ രീതിയിൽ തല്ലുകയും ചവിട്ടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. പാലസ്തീൻ പുരുഷന്മാർ ഒരു ഇലക്ട്രിക്കൽ ടവറിൽ അങ്ങേയറ്റം വികൃതമാക്കി മൃതദേഹങ്ങൾ തൂക്കിയിടുകയും അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ആ മൃതദേഹങ്ങൾ ക്യാമ്പിലെ സ്കൂളിന് മുകളിലൂടെ വലിച്ചെറിയുകയും അവരുടെ കാലുകൾ ചങ്ങല ഉപയോഗിച്ച് വേലിയിൽ കെട്ടിയിടുകയും ചെയ്തു. ഇവരെ ആൾക്കൂട്ടം ചേർന്ന് കൊല്ലുമ്പോൾ അവരെ ദ്രോഹികളെന്നും അല്ലാഹു അക്ബർ എന്നും വിളിച്ച് അങ്ങേയറ്റം ആഹ്ലാദത്തോടെ ആർത്തു വിളിച്ചത് പലസ്തീനിലെ ഒരു പറ്റം ജനങ്ങളുടെ അങ്ങേയറ്റം ക്രൂരമായ പ്രവൃത്തികൾക്ക് തെളിവായിരിക്കുകയാണ്. അടുത്തിടെ നടന്ന ഭീകരവിരുദ്ധ റെയ്ഡിൽ പ്രാദേശിക തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയപ്പോൾ 6 പേർ കൊല്ലപ്പെട്ടതിന് കാരണമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകിയത് 31-കാരനായ ഹംസ മുബാറക്കും 29-കാരനായ അസം ജുവാബ്രയുമാണെന്ന് ആരോപിച്ചായിരുന്നു ഈ ആൾക്കൂട്ടക്കൊല. കൊലപാതകങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് മനഃപൂർവ്വം മാറി നിന്നതാണോ എന്നറിയില്ലെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ പലസ്തീൻ അതോറിറ്റി സുരക്ഷാ സേന എവിടെയായിരുന്നുവെന്ന് വ്യക്തമല്ല. എന്നാൽ സംഭവത്തെക്കുറിച്ച് പലസ്തീൻ സുരക്ഷാ സേനയ്ക്ക് അറിയാമായിരുന്നുവെന്നാണ് പലസ്തീനിലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊലപാതകങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ. ഇസ്രായേലിനെ കാരണമില്ലാതെ ആക്രമിച്ച് കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങി പാലസ്തീൻ അനുഭവിച്ചത് ഘോര പ്രതിസന്ധികളായിരുന്നു. അത്തരത്തിൽ ശക്തമായ ഇരവാദവും രോദനങ്ങളുമായി ശക്തമായ പിന്തുണ ഉറപ്പാക്കാൻ ഇറങ്ങിയവർക്ക് വെടിനിർത്തലിലൂടെ തെല്ല് ശമനം വന്നപ്പോൾ 2 മനുഷ്യരെ അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ രീതിയിൽ കൊന്ന് അവരുടെ മൃതദേഹങ്ങളെ പോലും ക്രൂരമായി അപമാനിച്ച് വീണ്ടും അവരുടെ തനിക്രൂരവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അതിക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുന്ന പാലസ്തീനിലെ തീവ്രവാദികളുടെയും അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പാലസ്തീനിലെ ഒരു വിഭാഗം ജനതയുടെയും ക്രൂരതയ്ക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരിക്കുകയാണ് ഈ കൊലപാതക ദൃശ്യങ്ങൾ.